ദീപം തെളിഞ്ഞു സിംഹസംഗീതം മുഴങ്ങി. ദീപം തെളിഞ്ഞു സിംഹസംഗീതം മുഴങ്ങി. അണിചേർന്നിടാം ഒന്നായി ബലിയണയ്ക്കാം പാവനമൊരു ഹൃദയവുമായി. അണിചേർന്നിടാം ഒന്നായി ബലിയണയ്ക്കാം പാവനമൊരു ഹൃദയവുമായി. ദീപം തെളിഞ്ഞു സിംഹസംഗീതം മുഴങ്ങി. മാനവർക്കായി സ്വയം ബലിയായി തീർന്നോരാ നാഥനിൻ നേടിടും നന്മകൾക്കായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹം. ഒന്നാമത്തെ വായന പ്രഭാഷകന്റെ പുസ്തകത്തിലുള്ളതാണ്. പ്രഭാഷകൻ ബലി എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. ബലി ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്നാൽ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുക എന്നതാണ്. അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരമായിരിക്കണം ഒരു യഥാർത്ഥ ബലി എന്ന് പ്രഭാഷകൻ പറയുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുക. ദൈവം നിന്നെ സ്വീകരിക്കും. സുവിശേഷവും തന്നെയാണ് നമ്മോട് പ്രതിപാദിക്കുക. ദൈവത്താൽ സ്വീകൃതരാകുന്ന ഒരു ജനതയെക്കുറിച്ച്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് നമ്മെ അറിയുവാനും നമ്മെ ദൈവത്തിലേക്ക് സ്വീകരിക്കുവാനുമാണ്. ആ ഒരു ചിന്തയും ബോധ്യവും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുവാനായിട്ട് നമുക്ക് പരിശീലിക്കാം. തിരുസഭാ മാതാവ് വിശുദ്ധ വീടിൻ്റെ തിരുനാൾ ദിനം ആഘോഷിക്കുന്നു. അദ്ദേഹം ഒരു ചരിത്രകാരനായിരുന്നു. ഏകദേശം 45ഓളം പുസ്തകങ്ങൾ സഭയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തു തീർന്നതിൻ്റെ അടുത്ത ദിവസമാണ് വീട് നൽകിയത്. ഏറ്റെടുത്ത ദൗത്യം അതെന്തായിരുന്നാലും അത് പൂർത്തീകരണത്തിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ചെയ്യുമ്പോൾ വിശുദ്ധ പദവിയിൽ എത്തിച്ചേരും എന്നതിൻ്റെ ഉദാഹരണമാണ് വീട്. നമ്മുടെ ജീവിതവും വിവിധങ്ങളായ കർത്തവ്യങ്ങളും വളരെ വ്യാപകരാകുമ്പോൾ അവയൊക്കെ തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് സർവശക്തരോട് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ ബിജുടിയാറുന്ന സഹോദരന്റെ വിവരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ആ സഹോദരൻ നൽകേണ്ടത് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിനുള്ള കടബാധ്യതകളൊക്കെ മാറി സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിതം അദ്ദേഹം നൽകണമേ എന്ന് സർവശക്തരോട് പ്രാർത്ഥിച്ചു ഈ ബലി നൽകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് പ്രവേശിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ എനിക്ക് പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാൽ ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശ്വസിക്കുന്നു സഹോദരൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ
കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകഗതി അങ്ങേ സമാധാനപൂർണമായ പ്രവർത്തനത്താൽ നിയന്ത്രിക്കുവാനും അങ്ങേ പ്രശാന്തമായ ഭക്തിയാൽ ആനന്ദിക്കുവാനും ഇടയാകുന്ന നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോട് കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. കർത്താവിന്റെ വചനം. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയർപ്പണത്തോട് എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എന്റെ വിശ്വസ്തരെ എന്റെ അടുത്ത് വിളിച്ചു കൂട്ടുകയും ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു. ദൈവം തന്നെയാണ് വിധികർത്താവ്. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. എന്റെ ജനമേ കേൾക്കുകയും ഞാനിതാ സംസാരിക്കുന്നു. ഇസ്രായേലേ, ഞാൻ നിനക്കെതിരെ സാക്ഷി നൽകും. ഞാനാണ് ദൈവം, നിന്റെ ദൈവം. നിന്റെ ബലികളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ദഹനബലികൾ നിരന്തരം എന്റെ മുൻപിലുണ്ടാകും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. അത്യുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദത്തോട് അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ വിജയം വിളംബരം ചെയ്തു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടി. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ 100 ലഭിക്കാതിരിക്കും. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും, പിൻപന്മാരിൽ പലരും മുൻപന്മാരുമാണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജീവിതം ബലിയാൻ എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ കാംസേകാം ദൈവമേ. ജീവിതം ബലിയാൻ എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഉയരുമീ കാസയിൽ എന്റെയും നൽകാം. ധന്യമായി നവ്യമായി കാത്തുകൊള്ളണമേ. ജീവിതം നിൻ സന്നിധി സ്നേഹമോടെരിയാൻ നിന്റേതെല്ലാം മോഹമെല്ലാം ബലി കഴിച്ചിടുവാൻ ശക്തി നൽകണമേ. സഹോദരന്റെയും നിങ്ങളുടെയും മുമ്പിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, അങ്ങേ നാമത്തിനായി അർപ്പിക്കപ്പെടേണ്ടവ അങ്ങേക്ക് നൽകുകയും ഞങ്ങളുടെ ശുശ്രൂഷയുടെ അർപ്പണത്തിനായി കാഴ്ചകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് നൽകുന്നവ നേട്ടമായി തീരുവാനും അങ്ങ് ഞങ്ങളിൽ ചെറിയുന്നവ ഞങ്ങൾക്ക് പ്രതിഫലമായി തീരുവാനും അങ്ങേ കാരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അളവില്ലാത്ത മഹത്വം അങ്ങയുടെ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവീകതയാൽ മധ്യരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മധ്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിബന്ധിച്ച് എല്ലാവരെയും ഏത് വഴിയാണ് അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്യും. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യും. അവരോടൊന്ന് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആനന്ദിക്കും. പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമന്യേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സത്യമായും പരിശുദ്ധനാകും. സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജയിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് വിരമിക്കും. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി പെരുമാറാൻ അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടെ കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും
അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായും ഞങ്ങൾ ക്രിസ്തുവിലൊരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയാക്കണം. വിശേഷ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിന്റെ വിശുദ്ധനായ വിശുദ്ധ പീഠിനോടും ഞങ്ങളുടെ മധ്യസ്ഥരായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധികളുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ദയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുമുഖവാൻ അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയുന്നു. കന്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അകലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ മുതിയുടെ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ഈ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതനായി ദിവ്യോപദേശത്താൽ വിമോചിത നിർഭയം നമുക്ക് നിന്നാമം പൂജിതമായി വീണം വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാതിയുമായി വീണം അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുവാൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളെയും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് ബദ്ധരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ അറിയിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടിരിക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം
സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കും. ദിവ്യകുഞ്ഞാന്റെ വിരുദ്ധനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭാവത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്കു ശിരസാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ യേശുവേ, ഓ ജീവനേ, ഹായ് ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഓ യേശുവേ, ഓ ജീവനേ, ഹായ് ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. നീ വരും നേരമെൻ ജീവിതം സർവ്വവും അരിവിടും സ്നേഹത്തിൻ നിറമായിടും. നീ വരും നേരമെൻ ജീവിതം സർവ്വവും അരിവിടും സ്നേഹത്തിൻ നിറമായിടും. സ്നേഹം ചൊരിഞ്ഞിട ഓ തിരുവാനീ, വന്നു വാണിടാൻ മനസ്സാകുന്നു. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക്
സാധ്യമല്ലാത്തതിനാൽ ആരോപിയും എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എൻ്റെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ ദാനത്താൽ പരിപൂർത്തിതരാണ് അങ്ങേ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കും. അങ്ങനെ ഈ കുദാശയായ കാലയളവിൽ ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുന്നത് പോലെ നിത്യജീവനിലും ഞങ്ങൾ പങ്കാളികളാക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെയാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകേൾക്കണേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സമാപിച്ചു പോകുക. കർത്താവിന്റെ സവിശേഷം അനുസരിച്ച് ജീവിക്കുക. നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമ്പികേ, നിസ്സഹായരേ, നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമ്പികേ, വിശ്വാസ ജീവിതം ആടിയുലഞ്ഞപ്പോൾ പ്രത്യാശ നൽകി തുണച്ചുവല്ലോ. വിശ്വാസ ജീവിതം ആടിയുലഞ്ഞപ്പോൾ പ്രത്യാശ നൽകി തുണച്ചുവല്ലോ. നിസ്സഹായരേ, നിത്യവും കാത്തിടുന്ന നിത്യകന്യകേ മറിയാമ്പികേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.